സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം വീണ വിജയനെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകമാകുന്ന ഈ SFIO അന്വേഷണം ചോദ്യം ചെയ്യുന്ന KSIDCയുടെ ഹർജിയാണല്ലോ. ഒപ്പം തന്നെ ഈ ഷോൺ ജോർജ് ഈ ഹർജിയിൽ കക്ഷി ചേരാനുള്ള ഒരു അപേക്ഷയും നൽകിയിട്ടുണ്ടല്ലേ? സുരേഷ്, നേരത്തെ തന്നെ ഈ KSIDC ഒരു പ്രതിരോധ മാർഗമെന്നുള്ള രീതിയിൽ SFIO അന്വേഷണം തടയണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരുന്നു. അതിൽ വിശദമായിട്ട് തന്നെ നേരത്തെ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് വാദം കേട്ട വേളയിൽ വലിയ രീതിയിലുള്ള ചോദ്യങ്ങൾ KSIDCക്കെതിരെ ഉന്നയിച്ച ഒരു സാഹചര്യമുണ്ട്. അതായത് എന്തുകൊണ്ടാണ് ഈ SFIOയുടെ അന്വേഷണത്തെ എതിർക്കുന്നത്, അല്ലെങ്കിൽ അതിനെ ഭയക്കുന്നത് എന്തുകൊണ്ടാണ്, ഒളിച്ചു വെക്കാനൊന്നുമില്ലെങ്കിൽ അന്വേഷണമായിട്ട് സഹകരിച്ചൂടെ തുടങ്ങിയ നിരവധി ചോദ്യങ്ങൾ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ മുന്നോട്ട് വെച്ച ഒരു സാഹചര്യമുണ്ട്. തുടർന്ന് ഹർജി ഇന്ന് പരിഗണിക്കാനായിട്ട് മാറ്റുകയും ചെയ്തു. അതിനിടയിൽ തന്നെയാണ് തന്റെ ഭാഗം കൂടി കേൾക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ദിവസം ഷോൺ ജോർജ് ഹൈക്കോടതിയിൽ കക്ഷി ചേരൽ അപേക്ഷ നൽകുകയും ചെയ്തത്. ഈ കക്ഷി ചേരൽ അപേക്ഷ കൂടി ഇന്ന് KSIDCയുടെ ഹർജിക്കൊപ്പം ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് പരിഗണിക്കുന്നുണ്ട്. ഷോൺ ജോർജ് പറയുന്നത് ഇപ്രകാരമാണ്. അതായത് താനാണ് ഈ SFIOയുടെ അന്വേഷണത്തിന് ആധാരമായിട്ടുള്ള പരാതി നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്റെ ഭാഗം കൂടി കേൾക്കാതിരുന്നു കഴിഞ്ഞാൽ അത്തരത്തിൽ ഈ ഹർജിയിൽ KSIDCയുടെ ഹർജിയിൽ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അത് വലിയ രീതിയിലുള്ള നീതി നിഷേധമാകും. അതുകൊണ്ട് തന്റെ ഭാഗം കൂടി കേൾക്കണമെന്നുള്ളൊരു നിലപാടാണ് ഷോൺ ജോർജ് കക്ഷി അപേക്ഷയിൽ പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ഹൈക്കോടതി ഈ പരാതിക്കാരൻ എന്നുള്ള നിലയ്ക്ക് ഷോണിനെ കക്ഷി ചേർത്തേക്കാം. അങ്ങനെയെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട്, അതായത് KSIDCക്ക് CMRL എക്സലോജി കമ്പനിയുമായി ബന്ധപ്പെട്ടുള്ള പണമിടപാടിൽ ബന്ധമുണ്ട് എന്ന് തെളിയിക്കത്തക്ക രീതിയിലുള്ള തെളിവുകളും രേഖകളും ഒരുപക്ഷെ ഷോൺ ജോർജ് ഹൈക്കോടതിയിൽ ഹാജരാക്കും. അത് സർക്കാരിനെ സംബന്ധിച്ച് ഏറെ നിർണായകമാണ്. പ്രത്യേകിച്ച് പൊതുമേഖലാ സ്ഥാപനമായിട്ടുള്ള KSIDCക്കെതിരെ സീരിയസ് റോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം വരിക എന്ന് പറയുന്നതും വളരെ വലിയൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് സർക്കാരിന്. എന്തായാലും ഈ അന്വേഷണത്തെ യാതൊരു വിധത്തിലും തടസ്സപ്പെടുത്തില്ല എന്നുള്ളൊരു നിലപാടാണ് ആദ്യഘട്ടം മുതൽ ഹൈക്കോടതി സ്വീകരിച്ചത്. പക്ഷേ എന്തുകൊണ്ടാണ് KSIDC ഈ അന്വേഷണത്തെ എതിർക്കുന്നത്, മാത്രവുമല്ല അതിന്റെ ഉദ്ദേശശുദ്ധി എന്താണെന്ന് വ്യക്തമാക്കണമെന്ന് കൂടി ഹൈക്കോടതി KSIDCയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്തായാലും മുതിർന്ന അഭിഭാഷകൻ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിശദീകരണം ഇന്ന് നൽകും. അതുകൂടാതെ കേന്ദ്ര സർക്കാരിനും ഈ KSIDCയുടെ ഹർജിയിൽ ചില നിലപാടുകൾ വ്യക്തമാക്കാനുണ്ട്. എന്തായാലും ഹൈക്കോടതിയിൽ നിർണായകമായിട്ടുള്ള വാദപ്രതിവാദങ്ങൾ ഇരുഭാഗത്തു നിന്നും ഉണ്ടാകും. അതും വാർത്തയായിട്ട് വരികയും ചെയ്യും. സുരേഷ്, മറ്റൊരു സുപ്രധാന വാർത്തയും ഇനി വരാനുള്ളത് ഹൈക്കോടതിയിൽ നിന്ന് തന്നെയാണ്. അതായത് ബലാത്സംഗ കേസിൽ അറസ്റ്റിലായി നിലവിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ കഴിയുന്ന മുൻ സർക്കാർ അഭിഭാഷകനായിട്ടുള്ള PG മനുവിന്റെ ജാമ്യ ഹർജി ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഇന്ന് പരിഗണിക്കുന്നുണ്ട്. ഈ വാദം എന്നുള്ള രീതിയിൽ PG മനു ഉന്നയിച്ചിരിക്കുന്നത് തനിക്ക് ആരോഗ്യപരമായിട്ടുള്ള നിരവധി പ്രശ്നങ്ങൾ, ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, പ്രമേഹ രോഗം വർദ്ധിച്ചൊരു സാഹചര്യമുണ്ട്, അതുകൊണ്ട് തനിക്ക് ജാമ്യം നൽകണം, മാത്രവുമല്ല കസ്റ്റഡിയിൽ ഇനിയും തുടരേണ്ട ഒരു സാഹചര്യമില്ല, അന്വേഷണം ഏകദേശമൊക്കെ പൂർത്തിയാകാറായി, അതുകൂടാതെ അന്വേഷണമായിട്ട് താൻ വലിയ രീതിയിൽ സഹകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ തനിക്ക് ജാമ്യം നൽകണമെന്നുള്ള ഒരു വാദം, അല്ലെങ്കിൽ അത്തരം ഒരു ആവശ്യമാണ് PG മനു ജാമ്യാപേക്ഷയിൽ പറഞ്ഞിരിക്കുന്നത്. ഈ ജാമ്യാപേക്ഷയിൽ നേരത്തെ കഴിഞ്ഞയാഴ്ച തന്നെ ഹൈക്കോടതി സർക്കാരിന്റെ നിലപാട് തേടിയിരുന്നു. സർക്കാർ ഇക്കാര്യത്തിൽ എന്ത് നിലപാടെടുക്കുമെന്നുള്ളത് ആശ്രയിച്ചിരിക്കും ഹൈക്കോടതി ഇക്കാര്യത്തിൽ ഒരു വിധി പുറപ്പെടുവിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട ഘടകമായി മാറുക. എന്തായാലും നിലവിൽ ഇത്തരത്തിൽ ഹൈക്കോടതിയിൽ നിന്ന് സുപ്രധാനമായിട്ടുള്ള വാർത്തകളും ഹൈറിച്ച് തട്ടിപ്പുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളുമാണ് കൊച്ചിയിൽ നിന്നും കൂടുതലായിട്ട് പ്രതീക്ഷിക്കുന്നത്. സുരേഷ്, കൊച്ചിയിൽ നിന്നും രേഷ്മ ബാബുവാണ് സമഗ്ര വിശദാംശങ്ങൾ നൽകിയത്.